ഹലോ നമസ്കാരം. ഇത് നിങ്ങൾക്കുള്ള ഒരു 3 കാർഡ് ടൈംലെസ് ടാരോ ഗൈഡൻസ് ആണ്. അപ്പോൾ നിങ്ങളോട് എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് പിന്നെ എപ്പോൾ ചിന്തിക്കുമ്പോഴും അത് ഭാവിയിൽ നടക്കാൻ പോകുന്നതായിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോഴും പോസിറ്റീവായിട്ട് വേണം ചിന്തിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ കാര്യത്തിലേക്ക് എത്താൻ നിങ്ങളാൽ എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾ ആക്ഷൻസും എടുക്കണം. മാനിഫെസ്റ്റേഷൻ, ആ വിഷ്വലൈസേഷൻ മാത്രം ചെയ്തതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടില്ല. നിങ്ങൾ ആക്ഷൻസ് എടുക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ജോലി, അതിനൊരു എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ ആ എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യാം, നല്ലോണം പ്രിപ്പയർ ചെയ്യാം, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്ത എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും ഇത് പാസ്സായിരിക്കും, ഓക്കെ, ഈ എക്സാം ഞാൻ പാസ്സാകും, എനിക്ക് ആ ജോലി കിട്ടും. ആ ഒരു ചിന്തയും വളരെ പോസിറ്റീവായിട്ട് വേണം. പറ്റുമെങ്കിൽ ആ ജോലി കിട്ടുന്നതായിട്ടും ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ലൈഫിനെ കുറിച്ചൊന്ന് വിഷ്വലൈസ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. പക്ഷെ അതോടൊപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ആ പരീക്ഷ എന്താ പറയുക, ജോലി നേടിയെടുക്കുന്നതിനുള്ള പരീക്ഷ ഉണ്ടല്ലോ, അതിനും പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അത് അല്ലാതെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവായി ചിന്തിക്കുക അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്തതിന് ശേഷം പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കിട്ടുമോ ആവോ അറിയില്ല, കിട്ടിയില്ലെങ്കിലോ, ഇങ്ങനെയൊക്കെ ഒരു നെഗറ്റീവ് ടോണിലാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെ ഒരു മിസ്അലൈൻമെൻറ്റ് വരികയാണ്. അങ്ങനെയാണ് എന്താ പറയുക, നിങ്ങൾക്കിപ്പോൾ ഒരു മാനിഫെസ്റ്റേഷൻ, നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ചിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈ എനർജറ്റിക്കൽ മിസ്അലൈൻമെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ, നിങ്ങൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോസിറ്റീവ് ടോണിലാണോ പറയുന്നത്, നെഗറ്റീവ് ടോണിലാണോ പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി മറ്റുള്ളവർ എന്തെങ്കിലും ഒരു നെഗറ്റീവായ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അതിനോട് യെസ് അങ്ങനെ തന്നെ എന്താ ചെയ്യുക, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഓക്കെ, പ്രത്യേകിച്ചും നമ്മുടെ ജീവിതമൊക്കെ ഇനി ഇങ്ങനെയൊക്കെയല്ലേ ആവുള്ളൂ, അല്ലെങ്കിൽ ഇതൊക്കെ കിട്ടാൻ പോകണ്ട, എന്തൊരു കഷ്ടം എന്നൊക്കെ പറയുമ്പോൾ അതന്നെ സത്യം എന്ന് നിങ്ങളും പറയാൻ നിൽക്കണ്ട, ഒന്നും പറയണ്ട. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലായിരിക്കണം ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതും അതിനെക്കുറിച്ച് നിങ്ങൾ സ്വയം പറയേണ്ടതും. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങളോട് അതാണ് പറയുന്നത്. അപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ചേഞ്ച്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിന്യൂവൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുള്ളൂ ഈ ഒരു കാര്യത്തിനെ സംബന്ധിച്ച്. ഓക്കെ, അപ്പോഴാണ് അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് കണക്ട് ചെയ്ത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് അത് അലൈൻഡ് ആകുള്ളൂ, ഈ ഒരു വിഷ്, ഈ ഒരു മാനിഫെസ്റ്റേഷൻ. ഓക്കെ, അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, വേണ്ടുന്ന ആക്ഷൻസ് കൺസിസ്റ്റൻ്റായി എടുക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, ആത്മവിശ്വാസത്തോടെ ആ ഒരു ഡിസയറുമായിട്ട് മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് ഈ ഒരു കാര്യം എനർജറ്റിക്കലി അലൈൻഡ് ആയിരിക്കും.